ഒരു എക്സല് 2013 ഇതിൽ ഒരു ഇൻവോയ്സ് ചെറിയ കടകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കണക്ക് പെട്ടെന്ന് കൂട്ടാൻ കഴിയുന്ന ഒരു ഇൻവോയ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. ആദ്യം എക്സൽ 2013 മുതൽ 2003 ഇത് കിട്ടൂല. 3 മുതൽ എക്സലിൽ എടുക്കുക, ഓപ്പൺ ആക്കി അത് സ്റ്റോർ ചെയ്യുക ഡെസ്ക്ടോപ്പിൽ. നമുക്കിവിടെ ബില്ലിംഗ് എന്ന ഇതിൽ സ്റ്റോർ ചെയ്യാം. ഇത് ഇപ്പോൾ സ്റ്റോർ ആയിക്കേണ്ടത് ബില്ലിംഗ്. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ സീറ്റ് 1 ഈ സീറ്റ് 1 നമ്മൾ പേര് മാറ്റാം. പ്രൊഡക്റ്റ് നെയിം ഇടാം. ഇനി ഒരു സീറ്റ് ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ടാവും. ആ പ്ലസ് നോക്കിയാൽ ഒരു സീറ്റും കൂടി കിട്ടും. അവിടെ ഇൻവോയ്സ് ഇടാം. ഇൻവോയ്സ് നമുക്ക് പ്രൊഡക്റ്റിൽ കുറച്ച് പേരുകൾ ചേർക്കാം. ആദ്യം നമുക്ക് കോഡ് വേണം. ഒരു കോഡ് ഉണ്ടാക്കാം. പിന്നെ നെയിം പേര്, പിന്നെ അതിൻ്റെ പ്രൈസ്. ഇത്ര മതി നമുക്ക് ഇപ്പോൾ പഠിക്കാൻ സുഖത്തിന്. പ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ കോഡ് നമ്മൾ ഒരിക്കലും കോഡ് ആവർത്തിച്ച് വരാൻ പാടില്ല. ഇവിടെ നമുക്ക് A001 ഇടാം. കാരണം കോഡ് നമുക്ക് ആദ്യം എഴുതിച്ചാൽ അത് ഇതാവില്ല. 02 ഇടാം. എന്നിട്ട് കോഡ് നമുക്ക് ഇങ്ങനെ കോപ്പി ഇതാക്കിയ കോഡ് ഒരു 10 നമുക്ക് ചേർക്കാം. 9 സാധനം എന്തൊക്കെയാണ് വേണ്ടത്. നമുക്ക് ഷുഗർ പഞ്ചസാര ഒരു 42 രൂപ. അതേമാതിരി തന്നെ നമുക്ക് റൈസ് ജയ ഒരു 43. റൈസ് ജോക്കർ ഒരു 76. ടി ഫസ്റ്റ് ക്വാളിറ്റി 1 നമ്പർ ഒരു 225. TE 2 നമ്പർ ഒരു 200. നമുക്ക് ഫ്രൂട്ട് സാസിങ് ആപ്പിൾ നമുക്ക് എന്തും ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കാം. 68. അങ്ങനെ തന്നെയാണ്. ഓയിൽ 110. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ചേർത്ത് കൊണ്ടുവെക്കാം. ഇത് എത്രയും വെച്ച് നമുക്ക് ചേർക്കാം. ഇതിൽ നമ്മളെ സാധാരണ പ്രൊഡക്റ്റൊക്കെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇൻവോയ്സ് ബില്ല് ഉണ്ടാക്കുന്നത്. ഈ ഇൻവോയ്സ് ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് ക്രമ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ആദ്യം എഴുതാം. നമ്പർ. ഈ നമ്പർ നമുക്ക് 1 2 3 ഇതെങ്ങനെ എഴുതട്ടെ. എനിക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി 10 പേജ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് അത്രയും കൂട്ടാം. നമ്മുടെ കോഡ്, നമ്മൾ സാധനത്തിൻ്റെ കോഡ് കൊടുക്കേണ്ട സ്ഥലം ഈ ഭാഗത്താണ്. പിന്നെ നെയിം, കോഡ് കൊടുത്ത നെയിം ഓട്ടോമാറ്റിക്കായി കണ്ട് വരും. പിന്നെ പ്രൈസ് തന്നെ ഓട്ടോമാറ്റിക് വരും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് കൊടുക്കാം. എണ്ണം QT എത്ര എണ്ണമാണ് പർച്ചേസ് ചെയ്യുന്നത് അത് ഇങ്ങനെ വരും. ഇവിടെ വന്നാൽ നമുക്ക് എഴുതാൻ സുഖം. പിന്നെ ടോട്ടൽ ടോട്ടൽ നമുക്ക് ഇത്രയും ഇതാതി. ഇത് നമുക്ക് ഒരു പ്രത്യേകം മാർക്ക് ചെയ്യാം. നമുക്ക് പ്രത്യേകം മാർക്ക് ചെയ്യാം. എന്നിട്ട് ആരോ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഇതായി. ഇത് കുറച്ച് വലുതാക്കിയാൽ ഫുള്ള് കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയായിട്ട്
ടോട്ടല് ഇത് നമുക്ക് ആദ്യം പിന്നെ ചെറുതാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ പ്രൈസ് ഇവിടെ ടോട്ടല്. ഇവിടെ കോഡ് കൊടുത്താൽ ബാക്കി ഇവിടെ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്യണം. ഇവിടെ കോഡ് നമ്മൾ കൊടുക്കേണ്ടത് ഈ കോഡും ഇത് മാത്രം കൊടുത്താൽ മതി, ബാക്കി ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. അതിക്ക് നെയിം എടുക്കാം. നമുക്ക് ഈ നെയിം എടുത്തിട്ട് ഇവിടെ ക്യൂട്ടി അല്ലേ, ഐറ്റം ഐറ്റം നമുക്ക് നെയിം ഇവിടെ നമുക്ക് ഈ കോഡ് എടുക്കാം. ഈ കോഡ് എടുത്ത് നമുക്ക് ഇവിടെ പ്ലസ് ഇടാം, പിന്നെ വി ഇടാം. വി ഇടുമ്പോൾ അങ്ങനെ വി ലുക്ക് കാണിക്കും. ഈ വി ലുക്ക് കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഈ ഇതിനൊക്കെ എഫ് വെക്കുക. അപ്പോൾ ഇതിങ്ങനെ കോളം വരും. ഈ കോളത്തിൽ നമ്മൾ ലുക്ക് വാൾവ് ആണ് ഈ കോഡ്. ഇവിടെയാണ് ഇത് ഈ ബേസിക് നോക്കിയിട്ട് ഇത്. അപ്പോൾ ഇത് നിൽക്കാം. അപ്പോൾ C5, ഇത് C, ഇത് 5. പിന്നെ ടേബിൾ റേഞ്ച് നമുക്ക് ഈ പ്രൊഡക്റ്റ് നെയിമൊക്കെ പോവാം. എന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ABC ഇങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. എന്നാലും നമുക്ക് കോപ്പി എടുക്കുമ്പോൾ തെറ്റാ പോവുള്ളൂ. പിന്നീട് നമ്മൾ ഇത് നെയിം നോക്കേണ്ടത് അത് 2ആണ്. നമ്മൾ രണ്ടാമത്തെ കോളത്തിലാണ് അവർ എഴുതിയേക്കേണ്ടത് നെയിം. ലോജിക്ക് 0 തന്നെ വേണം കേട്ടോ, ഇത് തെറ്റാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ കോഡ് കൊടുത്താൽ ഇങ്ങനെ കാണിക്കും. എങ്ങനെ A05 കൊടുക്കാച്ചെങ്കിൽ ആ പേര് കാണിക്കും. A00 1 കൊടുത്താൽ നമ്മൾ ആ സുഗർ കാണിക്കും. ഇവിടെ കൊടുത്ത സുഗർ പഞ്ചസാര. ഇനി നമ്മൾ കൂടെ ഇവിടെ റോങ് കൊടുത്താൽ ഇവിടെ എങ്ങനെ കാണിക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇഫ് ആദ്യം ഐ നെക്ക അങ്ങനെ ബോർഡ് വരും. ഇഫ് ഇത് നെക്കിയാൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡായി. പിന്നെ ഇവിടെ നമുക്ക് ഒരു 0 ഇത് കോമ കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു രണ്ട് കോമട്ടാവുന്നു മുകളിൽ. എന്നിട്ട് ഒരാകുമ്പോൾ ഇങ്ങനെ ഇടാം. ഇത് ഇങ്ങനെ അങ്ങനെ റോങ് വരുമ്പോൾ ഇവിടെ ഒന്നും കാണിക്കാക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എൻ്റർ നെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ട് എൻ്റർ നെക്കാം, എന്നാലേ നമുക്ക് നേരിട്ട് പോവുള്ളൂ. എൻ്റർ നെക്കി ഇപ്പോൾ അതിലെ ഇപ്പം ഇവിടെ എന്ത് കൊടുത്താൽ കാണിക്കൂല. ഇനി ഇവിടെ നമ്മൾ ഒറിജിനൽ കോഡ് കൊടുക്കാച്ചെങ്കിലോ 005 കൊടുക്കാച്ചെങ്കിൽ ആ TN കാണിക്കും. ഇങ്ങനെ വരും. പിന്നെ ഇവിടെ പ്രൈസ് കൊടുക്കാൻ പറ്റും. പ്രൈസും ഇതേമാതിരി തന്നെ അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് കൊടുത്താൽ അതേമാതിരി പ്രൈസും കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടി നോക്കാൻ കൊടുക്കാം. ഒരു സമം നെക്കാം, വി നെക്കാം. അപ്പോൾ വി ലുക്ക് കാണിക്കും. അവിടെ നമ്മൾ ഈ കോഡ് തന്നെ കൊടുക്കാം, C5. അതിനുശേഷം അപ്പോൾ ഇവിടെ നെക്കിയാൽ നമുക്ക് ഇത് കിട്ടും, ഈ കോളം കിട്ടും. ഇവിടെ നെക്കി കൊടുക്കാം. അപ്പോൾ ഈ കോളത്തിന് ഇങ്ങനെ കൊടുക്കാൻ സുഖം, നമുക്ക് എഴുതിയെടുക്കാൻ സുഖം. എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നെയിമൊക്കെ പോവാം. ഈ സാധനം ഇങ്ങനെ തന്നെ കൊടുക്കാം, മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇവിടെ നെക്കിയാൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ വീണ്ടും മൂന്നാമത്തെ ഭാഗം കിട്ടും. നമുക്ക് മൂന്നാമത്തെ വേണ്ട പ്രൈസ് മൂന്നാമത്തെ ഇതിലാണ് കിടക്കുന്നത്. അവിടെ പ്രൈസ് നമുക്ക് കിട്ടി. അതായത് മൂന്നാമത്തെ ഭാഗം 1 2 3 അങ്ങനെ മൂന്നാമത്തെ പ്രൈസ് കിട്ടി. ഇവിടെ തന്നെ റോങ് വന്ന എന്താ സംഭവിക്കാം നോക്കാം. ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ തന്നെ ഇഫ് വെച്ചിട്ട് കൊടുക്കും. അതായത് ഒരു ഐ നെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കോം കൊടുത്ത് 0 കൊടുക്കുക. വാൾവ് 0 വേണം. എന്നിട്ട് പിന്നെ അത് പൂട്ടാം, എൻ്റർ വെക്കാം. അപ്പോൾ 0 വരും. അപ്പോൾ പ്രശ്നമല്ല. ഇനി ഇവിടെ നമ്മൾ കോഡ് കൊടുക്കാച്ചെങ്കിൽ വലിയ വന്നു. ഇനി നമുക്ക് വേണ്ട ടോട്ടൽ നമുക്ക് ചെയ്യേണ്ട എത്രയുള്ളൂ. സമം നെക്കാം, QT ഗുണിക്കണം പ്രൈസ്, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൂട്ടി ഒരു 21 കൊടുത്താൽ അതിൻ്റെ ഇതിട്ടി വിലട്ടി. 10 കൊടുത്താൽ 650. ഇനി നമ്മൾ അടിയിലേക്ക് കോപ്പി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി
ഇത് നമ്മളെങ്ങനെ അടിയിക്ക് ഇതേ ലിസ്റ്റിൽ ഒന്നും കൂടി ചെറുതാക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് എല്ലാ കോളത്തിലും വരണം, ഇതുവരെ എല്ലാ കോളത്തിലും വരണം. അപ്പൊ ഇങ്ങനെ കോപ്പി എടുക്കാം. അത് വന്നു. നമ്മളൊക്കെ വീലൊക്കെ ഉണ്ടോ ഉണ്ടോ ഈ എ ഇങ്ങനെ ഓട്ടോമാറ്റിക് മാറുന്നുണ്ട്. നമ്മൾ എട്ടാമത്തെ നോക്കാം. ഇവിടെ അങ്ങനെ ചെയ്യാം നമുക്ക്. ഇങ്ങനെ വലിച്ചാൽ നമുക്ക് കിട്ടും. ഇവിടെ ടോട്ടൽ അങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് സം എടുക്കാം. ആകെ ടോട്ടൽ ഇവിടെ എഴുതാം. അതിന് നോക്കിയിട്ട് ആട്ടോ സം ഉണ്ട്. എന്നിട്ട് എൻ്റർ വെക്കാം. അപ്പോൾ 650 വന്നു. ഇവിടെ നമുക്ക് പ്രത്യേകം കളർ കൊടുക്കാം മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അവിടെ കളർ കൊടുത്ത് മാറി. ഓക്കെ. ഇനി നമ്മൾ ഓരോ സാധനത്തിൻ്റെ വില നിൽക്കുക, സാധനം നിൽക്കുക. അവിടെ ഇൻവോയ്സ് ഇതാണ് 001. നമുക്ക് വേണ്ടിയത് ഒരു 30 കിലോ പഞ്ചാര. അതിന് 1260 ഉണ്ടോ. ഇനി 009 നമ്മൾ ചേർത്തുന്നോ. 9 നമ്മൾ ഒന്നും ചേർത്തില്ല ഇവിടെ പ്രൊഡക്റ്റ്. അങ്ങനെ ഇവിടെ പ്രൊഡക്റ്റ് ചേർക്കാച്ചെങ്കിൽ നമുക്ക് ഫിഷ് ഇടാം. ഫിഷ് അതിൻ്റെ വില നമ്മൾ ഒരു 260 ഇടാം. അങ്ങനെ ഇട്ടാൽ ഇവിടെ വന്നോളും. ഇവിടെ ഫിഷ് 260 ഉണ്ടോ. ഒരു 10 കിലോ വാങ്ങിയാൽ 2060. നമ്മൾ 002 ഇടാം. അപ്പോൾ അവിടെ റൈസ് ചെയ്യാം 14. സിമ്പിളായിക്കാണ്ട് നമുക്ക് കൂട്ടിയെടുക്കാം. ഇത് നിസാരം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി നമുക്ക് വേറെ ഇതിലൊന്നും കൂടി ചെക്ക് ചെയ്യാണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ഓരോ കോഡ് നമ്പർ കൊടുത്താൽ മതി. 000 ഒരു 4 വെക്കാം. നമ്മൾ 4 ടീ ഒരു 500 ഗ്രാം 112. ഇതാ 4 ഇവിടെ ടീ ആണ്. 4T 205. അതാ ഇവിടെ വന്നത്. ഇനി നമുക്ക് സംശയം ഈ കോഡ് നമുക്ക് ഇല്ലെങ്കിൽ കോഡ് മാറുന്ന എന്ത് ചെയ്യും. നമ്മളിവിടെ കുറച്ച് കോളങ്ങൾ ഒഴിവുണ്ടല്ലോ. ഇവിടെ നമുക്ക് ഒരു ഇത് വെക്കാം. നമുക്ക് സെർച്ച് SRC. ഇവിടെ നമുക്ക് സെർച്ച് തിരയിൽ വെക്കാം. ഇവിടെ കോഡ് കൊടുക്കാം. ഇവിടെ നെയിം ഇട്ടു. അപ്പം ചെറിയൊരു കോളബ് ഉണ്ടാക്കി നമുക്ക് അതും കൂടി ക്ലിയർ ആക്കിയാൽ വേറെ വീഡിയോൻ്റെ ആവശ്യമില്ലല്ലോ. ക്ലിയർ ഇല്ല. നോക്കാം. ഇത് ഈ കോഡ് നമ്മൾ അതിനിവിടെ ഒരു ചെയ്യാണ്ട് നമ്മളിവിടെ ഈ കോഡ് ഇങ്ങോട്ടും കൊണ്ടുവരണം. നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പം അതിന് നമ്മൾ ഇവിടെ കോളം തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഈ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സമം ഇതെടുക്കാം. ഏത് അയക്കാം. അപ്പം നേരെ കോഡ് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വന്നു. എന്നിട്ട് അങ്ങനെ കോപ്പി എടുക്കാം. അതെ. ഇനി ഇവിടെ കോഡ് കൊടുക്കാച്ചെങ്കിൽ അവിടെ കൂടി വന്നോളും. 0012 ഇങ്ങനെ കോഡ് വന്നു. നമ്മൾ അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ ആവശ്യം ഉണ്ടെച്ചെങ്കിൽ. എന്നിട്ട് ഇവിടെ നമുക്ക് ലുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ പേരാ സെർച്ച് ചെയ്യേണ്ടത്. പേര് സെർച്ച് ചെയ്യാൻ നമ്മൾ ഇവിടെ കോഡാണ് കിട്ടേണ്ടത്. കോഡാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. പേര് നമുക്ക് കിട്ടുമ്പോൾ കോഡ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാറ്റയിൽ പോവുക. ഡാറ്റ വാലിഡേഷൻ ചെയ്യുക. ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെ ഒരു കോളം വരും. അപ്പോൾ എനിവാള് പോയിട്ട് ലിസ്റ്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് വരും. അപ്പോൾ ഇത് ഇവിടെ നോക്കിയാൽ സോർട്ട് ടൈം വരും. എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നെയിമിൽ പോവാം. എന്നിട്ട് ഇങ്ങനെ നോക്കി കൊടുക്കാം. ഇങ്ങനെ മേലെ ബിയിൽ മൊത്തത്തിൽ കൊടുക്കാം കേട്ടോ. മറ്റേ നമുക്ക് സെലക്ട് ചെയ്താൽ കേട്ടോ. എന്നിട്ട് ഓക്കെ അടിച്ചാം. ഇപ്പം എന്താണ് നമുക്ക് എല്ലാത്തിൻ്റെയും പേര് ഇവിടെ കിട്ടും. റൈസ് നമ്മൾ അതിൻ്റെ പേര് ഇവിടെ വെക്കുമ്പോൾ ഇവിടെ കോഡ് കിട്ടണം നമ്മൾ ചെയ്യേണ്ടത്. കോഡ് നമ്മൾ ചെയ്യേണ്ടത് സമം വീനക്കാം. അപ്പോൾ വീലുക്ക് പിന്നെ വീണ്ടും വന്നു. ഇവിടെ നമുക്ക്
ഇങ്ങനെ തന്നെ എടുക്കാം നമുക്ക് ഇത് ഒഴിവായിക്കാണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഈ ഭാഗം നിൽക്കാം. ഇതാണ് നമ്മൾ ലുക്ക് ചെയ്യേണ്ടത് ഈ കോള. എന്നിട്ട് ഇത് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യാം. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഭീമന തുടങ്ങിയിട്ട് കേട്ടോ, നെയ്മ തുടങ്ങിയിട്ട് തുടക്കം അങ്ങനെ തന്നെ ആകും കേട്ടോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരും. എന്നിട്ട് നമുക്ക് രണ്ടാമത്താണ് അതിൽ മൂന്നാമത്തെ അതിൽ കിട്ടുന്നുണ്ട് അവസാനത്തെ കോളം. നമ്മളിവിടെ 0 കൊടുക്കാം. ആണ്ടോ 005. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജയ അരിൻ്റെ കൂടെ നമുക്ക് അറിയില്ല കൂട്ടാം. അപ്പോൾ ഇതിങ്ങനെ തപ്പാം. സുഗർ ജയ റൈസ് കോഡ് A2. അങ്ങനെ ഇവിടെ A002 കൊടുക്കുക. ഒരു 10 കിലോ ഇടാം. അപ്പോൾ ഉണ്ടോ ഇവിടെ 430 ഇതിൻ്റെ. ഒന്നും കൂടെ നമുക്ക് ചെറുതാക്കിയാൽ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിൽ കോഡ് അറിയില്ലെങ്കിൽ ഇത് തപ്പി നോക്കാം. നമുക്ക് കൊടുത്ത എല്ലാ പേര് കിട്ടും. ഫിഷിൻ്റെ കോഡ് ഇത് 709. നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് 009. അപ്പോൾ ഇതിൽ ഒരു 30 കിലോ 30 കിലോ ഇടാം. മൊത്തം ടോട്ടൽ ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് പിന്നെ വാങ്ങിച്ച് ചെയ്യാം. ചെറിയൊരു ഇൻവോയ്സ് ഇത്ര മാത്രം മതി. ഒരു കടയ്ക്ക് അത്യാവശ്യമായി ഒന്ന് ശ്രമിച്ചാൽ കഴിയാവുന്ന. ചില തെറ്റുകൾ സംഭവിച്ചാലും വീണ്ടും വീണ്ടും നോക്കിയാൽ നിങ്ങൾക്കിത് ഈസി ആയിക്കാണ്ട് ഇത് ചെയ്യാൻ കഴിയും. ഇത് കൊടുക്കേണ്ടിടത്തൊക്കെ കുറഞ്ഞ പേര് സംഭവിക്കാൻ പറ്റില്ല. ഇതാണ് ഫോർമുല. ഇത് നെക്കിയാൽ ഇവിടെയും കിട്ടും. പക്ഷേ നമ്മൾ അവിടെ ഫസ്റ്റ് അക്ഷരം അടിച്ചാണ്ട് വരും. ഇങ്ങനെ നമുക്ക് കടയിൽ സെറ്റീകരിച്ചാൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ കൊണ്ടുവച്ചെങ്കിൽ പെട്ടെന്ന് കണക്കുകൾ കൂട്ടാം. നമുക്ക് ഒരു കോഡ് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി. നമ്മൾ സാധനമേ കോഡ് വെക്കുമ്പോൾ അങ്ങനെ കോഡ് നെക്കി കൊടുത്താൽ നമുക്ക് ആ സാധനത്തിൻ്റെ പേര് കിട്ടും. ഇവിടെ അതിൻ്റെ അളവും കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട. ഇത് ഈ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ഇത് ടോട്ടൽ വരട്ടി വരും. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇത് വീണ്ടും മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, നിർത്താം. എവിടെ